ജൂലൈ 4 മഹാനായ പ്രൊഫസർ വി സാംബശിവൻ പൂജാതനായ ദിവസം. മലയാളികളെ മലയാളം പഠിപ്പിച്ച, മലയാളികളെ അഭിമാനത്തോടെ ജീവിക്കാൻ പ്രേരിപ്പിച്ച ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ അധിപതിയായിരുന്നു വി സാംബശിവൻ. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം വിശേഷണങ്ങളുണ്ട്. കഥാപ്രസംഗത്തിൻ്റെ കുലപതി, കഥാപ്രസംഗ സാമ്രാട്ട്, കഥാപ്രസംഗത്തിൻ്റെ ഇന്ദ്രജാലക്കാരൻ എന്നൊക്കെയുള്ള ധാരാളം വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട്. എങ്കിലും ആരാണ് സാംബശിവൻ എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിലുള്ള ആളുകളല്ലേ എല്ലാം അദ്ദേഹത്തിൻ്റെ മരണദിനത്തിലും ജന്മദിനത്തിലുമൊക്കെ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ ആലങ്കാരികമായി ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ ആരാണ് സാംബശിവൻ? ഒരു കഥയിലൂടെ അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുകയാണ്. അത് എത്ര കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നെനിക്ക് നല്ല നിശ്ചയമില്ല. എങ്കിലും ഞാൻ എൻ്റെ രീതിക്ക് അത് അവതരിപ്പിക്കുന്നു. കണ്ടില്ലേ, ഉത്തംഗശൃംഗമായ കൈലാസം. കൈലാസത്തിലെ തൂക്കുമഞ്ചത്തിൽ ഇരിക്കുന്നു മഹാദേവൻ. സുസ്മേരവദനയായി ചാരത്തണഞ്ഞു പാർവതീദേവി. ദേവിയുടെ വരവ് കണ്ടപ്പോൾ മഹാദേവൻ ഗൂഢസ്മിതത്തോടെ ദേവിയെ ഒന്ന് നോക്കി. അല്ല, ദേവിക്ക് നമ്മോടെന്തോ ചോദിക്കണമെന്നുണ്ട്. ചോദിച്ചോളൂ ദേവി. മഹാദേവ, വളരെ കാലമായി അങ്ങയോട് ഒരു സംശയം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചോദിച്ചോളൂ. മഹാദേവ, അങ്ങ് എപ്പോഴും പറയാറുണ്ടല്ലോ, 14 ലോകത്തിലും ശ്രേഷ്ഠനായ കവി കാളിദാസനാണ് എന്ന്. അതെ, എന്താണ് മഹാദേവ അങ്ങ് അങ്ങനെ പറയാൻ കാരണം? ഈ ലോകത്ത് എത്രയോ ശ്രേഷ്ഠരായ കവികളുണ്ട്. മഹാദേവൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ദേവിയോട് പറഞ്ഞു, ദേവി, ഇതിന് ഒരു ഉത്തരം പറഞ്ഞാൽ ദേവിക്ക് അത് ബോധ്യമാകണമെന്നില്ല. അതുകൊണ്ട് ദേവി ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതാവും നല്ലത്. മഹാദേവൻ ദേവിയുടെ ചെവിയിൽ എന്തൊക്കെയോ മന്ത്രിച്ചു. ദേവി അതെല്ലാം തലയാട്ടി സമ്മതിച്ചു. കണ്ടില്ലേ, വിക്രമാദിത്യൻ്റെ മനോഹരമായ ആ കൊട്ടാരം. കൊട്ടാരത്തിൻ്റെ കവാടത്തിൽ ധാരാളം ആളുകൾ കൂടി നിൽക്കുന്നു. കാരണം ഇന്ന് അവിടെ കവി സമ്മേളനമുള്ള ദിവസമാണ്. അതുകൊണ്ടാണ് ആളുകൾ കൂടി നിൽക്കുന്നത്. ആ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഒരു കുഞ്ഞിനെ മാറോടണച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിതാ ഒരു സ്ത്രീ വരുന്നു. ആ സ്ത്രീ ആ കുഞ്ഞിനെ ആ കൽപ്പടവിൽ കിടത്തി. എന്നിട്ട് അവിടെ കൂടി നിന്ന മഹാജനങ്ങളോട് പറയുന്നു, അല്ലയോ മഹാജനങ്ങളെ, എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. ഞാൻ യമധർമ്മൻ്റെ ആരാധികയാണ്. യമധർമ്മൻ്റെ പിന്നാലെ ഞാൻ പോയി കേണപേക്ഷിച്ചു എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരികെ തരണം എന്ന്. പക്ഷേ യമധർമ്മൻ എന്നോട് പറഞ്ഞത്, ഞാൻ ഒരു സമസ്യ നിന്നെ ഏൽപ്പിക്കും. അത് കൊണ്ടുപോയി ശരിയാവണ്ണം പൂരിപ്പിക്കുന്ന ആ സമയം നിൻ്റെ കുഞ്ഞ് ജീവൻ വയ്ക്കും. ഇവിടെയാണല്ലോ ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ കവികൾ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. തോരപാലകരും അവിടെ കൂടിയവരും അത് ശരിവെച്ചു. ശരിയാണല്ലോ, ഇവിടെയാണല്ലോ നവരത്നങ്ങളായ കവികൾ വരുന്നത്. അങ്ങനെ ഓരോരോ കവികളായി വരാൻ തുടങ്ങി. ധന്വന്തരി വന്നു. ആ സ്ത്രീ ആ സമസ്യ ധന്വന്തരിയെ ഏൽപ്പിച്ചു. ധന്വന്തരി അത് വളരെ കാര്യമായി തന്നെ പൂരിപ്പിച്ചു, അവരെ ഏൽപ്പിച്ചു. പക്ഷേ കുഞ്ഞ് ജീവൻ വെച്ചില്ല. അപ്പോൾ ധന്വന്തരി പറഞ്ഞു, ഒരുപക്ഷേ ഞാൻ പൂരിപ്പിച്ചത് ശരിയാവാത്തത് കൊണ്ടായിരിക്കും. അടുത്തൊരാൾ വരുന്നു, കൊടുത്തു നോക്കും. അങ്ങനെ ഓരോരോ കവികളും വരുന്നു, ആ സമസ്യയെ പൂരിപ്പിക്കുന്നു. പക്ഷേ കുഞ്ഞ് ജീവിച്ചില്ല. അവസാനം വരരുചിയുടെ ഊഴം വന്നു. വരരുചിയും അത് പൂരിപ്പിച്ചു. കുഞ്ഞ് ജീവൻ വെച്ചില്ല. അപ്പോൾ വരരുചി പറഞ്ഞു, ഇനി കാളിദാസൻ വരുന്നുണ്ട്, ഒന്ന് കൊടുത്തു നോക്കൂ. കാളിദാസൻ വന്നു, ആ സമസ്യ വാങ്ങി അത് പൂരിപ്പിച്ചു. പക്ഷെ കുഞ്ഞ് ജീവൻ വെച്ചില്ല. അപ്പോൾ കാളിദാസൻ പറഞ്ഞു, ഈ സമസ്യ പൂരിപ്പിച്ചാൽ കുഞ്ഞ് ജീവൻ വയ്ക്കുമെന്നാണ് യമധർമ്മൻ പറഞ്ഞതെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് മരിച്ചിട്ടില്ല. ഈ സമസ്യ ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞ് കാളിദാസൻ അകത്തേക്ക് പോയി. ആ കുഞ്ഞും ആ സ്ത്രീയും അപ്രത്യക്ഷയായി. ഈ വന്നത് പാർവതീദേവിയും മഹാഗണപതിയുമായിരുന്നു. അവർ കൈലാസത്തിലെത്തി. മഹാദേവനെ കണ്ടു. മഹാദേവ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ദേവി, ആ സമസ്യ
ഇങ്ങ് കൊണ്ടുവരൂ. സമസ്യ മഹാദേവൻ വാങ്ങി. എന്നിട്ട് ദേവിയെ കാണിച്ചു. നോക്കൂ ദേവി, ഈ 9 പേരും ഒരേ തരത്തിലാണ് പൂരിപ്പിച്ചിരിക്കുന്നത്. ഒരക്ഷരത്തിൻ്റെയോ ഒരു ദീർഘത്തിൻ്റെയോ പോലും വ്യത്യാസമില്ല. പക്ഷേ ഓരോരുത്തരും പറഞ്ഞതെന്താണ്? ധന്വന്തരി എന്താ പറഞ്ഞത്? അടുത്തൊരാൾ വരുന്നു, കൊടുത്തു നോക്കൂ, അടുത്തൊരാൾ വരുന്നു, കൊടുത്തു നോക്കൂ എന്നാണ്. എന്താണ് കാളിദാസൻ പറഞ്ഞത്? ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്, ഇതാണ് ശരി എന്നല്ലേ ദേവി? അതാണ് കാര്യം. കാളിദാസൻ എഴുതുന്ന ഓരോ കൃതിയെക്കുറിച്ചും അയാൾക്ക് അതിനെക്കുറിച്ച് ആധികാരികമായി ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഇങ്ങനെയാണ് പറയേണ്ടത് അറിയാവുന്ന ആളാണ്. പ്രിയമുള്ളവരെ, അതുപോലെയാണ് കഥാപ്രസംഗ കുലപതിയായ സാംബശിവനും. ഇങ്ങനെയാണ് കഥാപ്രസംഗം, ഇത് തന്നെയാണ് കഥാപ്രസംഗം, കഥാപ്രസംഗം ഇങ്ങനെയാണ് പറയേണ്ടത് എന്ന് ആധികാരികമായി ലോകത്തെ ബോധ്യപ്പെടുത്തി തന്ന മഹാനായ കലാകാരൻ, അതുല്യനായ കലാകാരൻ, കഥാപ്രസംഗത്തിൻ്റെ കുലപതി എന്ന് പറയുമ്പോൾ ഇതാണ്. സാഹിത്യ ലോകത്ത് കാളിദാസനും കഥാപ്രസംഗ ലോകത്ത് സാംബശിവനും ഒരേ തരത്തിലാണ് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം.